പറഞ്ഞു. ഹലോ, താങ്കൾ വീഡിയോകളെല്ലാം ചെയ്യുന്നതായി കണ്ടിരുന്നു. ഇന്നത്തെ ടി.വിയിലെ ചർച്ച ഒന്ന് സംസാരിക്കാനായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും നടേശൻ പറയുന്നു വീണ്ടും അധികാരത്തിൽ പിണറായി വിജയൻ വരുമെന്ന്. അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? പിന്നെ ആലപ്പുഴയിൽ എന്താണ് സംഭവിക്കുക എന്നുകൂടിയും. വെള്ളാപ്പള്ളിയുടെ ആലപ്പുഴ ജില്ല ആയതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പോയത് അല്ലേ? അപ്പം നമ്മൾ ആലപ്പുഴ ജില്ലയിലെ ഇടതുപക്ഷത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 39% വോട്ടിംഗ് ശതമാനം ഫിക്സഡ് ആയിട്ടുള്ള സ്ഥലമാണ്. UDF ഒരു 37% വോട്ട്, പിന്നെ BJPക്ക് ഒരു 23% വോട്ട്. അപ്പോൾ 2% വോട്ട് കൂടുതൽ LDF ആലപ്പുഴ ജില്ലയിലുണ്ട്. അപ്പോൾ അവിടെ 9 നിയമസഭാ മണ്ഡലങ്ങളുള്ളത്. ഈ 2% വോട്ട് കൂടുതലാണെങ്കിലും ഈ 9 നിയമസഭാ മണ്ഡലങ്ങളുടെ പൊസിഷനിലും ഒരു 8 മണ്ഡലങ്ങളും LDF തന്നെ ജയിക്കാനുള്ള സാധ്യതയുള്ള പൊസിഷനാണ് മണ്ഡലങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ അവിടുത്തെ വോട്ടിൻ്റെ പാറ്റേൺ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചേർത്തല മണ്ഡലത്തിൽ LDF 82,000 വോട്ട്, UDF 72,000 വോട്ട്, BJPക്ക് 25,000 വോട്ട്. അപ്പോൾ അവിടെ ചേർത്തലയിൽ ഒരു 10,000 വോട്ടിൻ്റെ ലീഡ് LDF ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് LDF ജയിക്കാനുള്ള സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അതോടെ തന്നെ കുട്ടനാട് LDF 53,000 വോട്ട്, UDF 50,000 വോട്ട്, BJPക്ക് 33,000 വോട്ട്. അപ്പോൾ അവിടെ ഒരു 3,000 വോട്ടിൻ്റെ അധികമാണ് LDF ഉള്ളത്. കായംകുളത്തിൽ LDF 69,000 വോട്ട്, UDF 59,000 വോട്ട്, BJPക്ക് 39,000 വോട്ട്. അപ്പോൾ അവിടെയും 10,000 വോട്ടിൻ്റെ ലീഡ് LDF ഉണ്ട്. അടിസ്ഥാന വോട്ടിൻ്റെ ബേസ് കണക്ക് പറയുന്നത്. മാവേലിക്കര LDF 65,000 വോട്ട്, UDF 47,000 വോട്ട്, BJPക്ക് 37,000 വോട്ട്. അവിടെയും LDF അടിസ്ഥാന വോട്ടിൻ്റെ കൂടുതലുള്ളത്. ചെങ്ങന്നൂർ LDF 58,000 വോട്ട്, UDF 47,000 വോട്ട്, BJPക്ക് 38,000 വോട്ട്. അപ്പോൾ ചെങ്ങന്നൂരും LDF അടിസ്ഥാന വോട്ടിൻ്റെ ബേസ് ഉള്ളത്. പിന്നെ നമ്മൾ അരൂർ LDF 72,000, UDF 52,000, BJPക്ക് 33,000. ആലപ്പുഴ LDF 71,000, UDF 57,000, BJPക്ക് 24,000. അമ്പലപ്പുഴ LDF 58,000, UDF 45,000, BJPക്ക് 25,000. ഹരിപ്പാട് LDF 57, UDF 66, BJPക്ക് 26. അപ്പോൾ ഹരിപ്പാട് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF വോട്ട് അടിസ്ഥാന വോട്ട് അല്പം കൂടുതലുള്ളത്. ബാക്കിയുള്ള 8 മണ്ഡലത്തിലും LDF വോട്ടുകൾ കൂടുതൽ. പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരൂര്, അമ്പലപ്പുഴ, ആലപ്പുഴ മണ്ഡലങ്ങളിലൊക്കെ UDF 10,000 വോട്ടിന് മുകളിൽ ലീഡ് ഉണ്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് എന്താ പറയുക, അരൂര്, ആലപ്പുഴ, അമ്പലപ്പുഴ മണ്ഡലങ്ങൾ UDF ഒന്ന് പിടിച്ചു നോക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 10,000-ന് മുകളിൽ ലീഡുള്ളതുകൊണ്ട്. പിന്നെ UDF പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP അവിടെയുള്ള ഈ 9 മണ്ഡലങ്ങളിൽ ഒരു 5 മണ്ഡലങ്ങളിലും ഒരു 40,000-ന് വോട്ട് പിടിക്കുന്ന ഒരു പൊസിഷനുണ്ട്. അപ്പോൾ BJP വോട്ട് ഇനി കാരണം ഈ ആലപ്പുഴ ജില്ലയിലെ അടിസ്ഥാന ബേസ് വോട്ട് വെച്ചിട്ട് BJPയുടെ വോട്ട് വർദ്ധിക്കുകയാണെങ്കിൽ മാത്രമാണ് UDF ഒരു സാധ്യത ഉള്ളൂ അവിടെ. അല്ലാത്ത അവസ്ഥയിൽ ആലപ്പുഴ ജില്ലയിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിൽ LDF തന്നെയാണ് സാധ്യത. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയുടെ ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം അടുത്ത ഇതിൽ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരാമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ആ ഭാഗത്തെ പൊസിഷൻ ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടായില്ലേ? പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ക്ലിയർ ആയില്ലേ? ഓക്കെ, ശരി.